നമസ്കാരം. അങ്ങനെ ഒടുവിൽ LDFന് വിശേഷ CPMന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തീവ്ര രൂപത്തിനെതിരെ വർഗീയ ഭ്രാന്തിനെതിരെ പ്രതികരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്നു. എവിടെയാണെന്നല്ലേ? അങ്ങ് വടകരയിൽ. ഇന്ന് 6-ാം തീയതി അവിടെ വലിയ പ്രതിഷേധവും പൊതുസമ്മേളനവും പ്രകടനവും ഒക്കെ നടക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അവരുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, KK ശൈലജ. ആ ശൈലജയെ കാഫിറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെയാണ് ഈ പ്രതിഷേധം. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നില്ല, ശൈലജ ജയിച്ചോ തോറ്റോ എന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോഴും ഇത്ര ധൃതിപ്പെട്ട് എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു പ്രതിഷേധ സമ്മേളനം നടത്തുന്നത് എന്നല്ലേ അവിടെയാണ് ഇതിൻ്റെ കാതലായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ വോട്ടുകൾ എന്നത് എക്കാലവും ഈഴവ തീയ വോട്ടുകളാണ്. എന്നാൽ ഇത്തവണ വടകരയിൽ തീയ മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു മുസ്ലിം തീയ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം എന്ന പ്രതീതി ആരൊക്കെയോ ചേർന്ന് അവിടെ പടച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു സത്യം. അപ്പോഴാണ് ദീനിയായിട്ടുള്ള ഷാഫിക്ക് വോട്ട് ചെയ്യണോ, കാഫിറായിട്ടുള്ള KK ശൈലജയ്ക്ക് വോട്ട് ചെയ്യണോ എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ അവരെ പ്രതിരോധത്തിലാക്കി. അത് തോറ്റുപോകുമോ എന്ന കാരണം കൊണ്ടല്ല. സ്വാഭാവികമായിട്ടും ജാതിയോ മതമോ ഒന്നും ചിന്തിക്കാതെ കാലാകാലങ്ങളായി CPMന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരിൽ ചിലരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങി. തങ്ങൾ ഇത്രയും കാലവും താങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതാ ഇപ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി കാഫിറാക്കപ്പെട്ടിരിക്കുന്നു ചിലർക്ക് മുന്നിൽ. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനവും പ്രതിഷേധമൊക്കെ നടത്തിയിരിക്കുന്നത്. അല്ലാതെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ശൈലജ ടീച്ചർ തോറ്റപ്പോഴുള്ള പ്രതിഷേധമല്ല. ഒടുവിൽ അവർക്ക് മനസ്സിലായി കാലിനടിയിലെ മണ്ണെല്ലാം ഒലിച്ചു പോയാൽ അവസാനം CPMന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്രരൂപം തങ്ങളെ കാർന്ന് തിന്നുന്നതിന് മുമ്പ് ചില പ്രതിഷേധമെങ്കിലും ചില ചെറുത്തുനിൽപ്പെങ്കിലും അങ്ങ് വടക്കൻ മലബാറിലെങ്കിലും നടത്തണം എന്ന് ചിലരുടെയെങ്കിലും തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇവർ ഇത്ര കടുത്ത ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോഴും ശ്രദ്ധിക്കുക, അവിടെ ഇസ്ലാം വർഗീയത എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ നമ്മളത് മനസ്സിലാക്കിക്കോണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ കാഫിർ പ്രയോഗം നടത്തിയ ആ വാക്ക് ശ്രദ്ധിക്കുക. അവിടെ വാദിഭാഗത്തോ പ്രതിഭാഗത്തോ ഒന്നും ഇവരെപ്പോഴും ആരോപിക്കുന്ന പോലെ RSSോ സംഘപരിവാറോ BJPയോ ഒന്നുമില്ല. ഈ വിഷയങ്ങൾ ഉടലെടുത്തത് മൊത്തം UDFും LDFും തമ്മിലാണ്. അതും UDFിലെ മുസ്ലിം ലീഗിനെതിരെയാണ് കുന്തമന നീളുന്നത്, ആരോപണത്തിൻ്റെ കുന്തമന നീളുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മതപരമായ ജാതീയമായ രണ്ട് വേർതിരിവുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കറും മറ്റുമൊക്കെ അവർ ചെയ്ത വീഡിയോകളിലൊക്കെ അവിടെ നടക്കുന്നത് മുസ്ലിമും തീയരും തമ്മിലുള്ള ഒരു മത്സരമാണ് എന്ന തരത്തിലാണ് പറഞ്ഞു വെച്ചത്. അത്തരം ചില സംസാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത്രേ. ഒടുവിൽ തങ്ങളുടെ അടിത്തറ വോട്ടായ തീയർക്ക് ഇത് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടോ എന്തോ CPM ഗത്യന്തരമില്ലാതെ ഈ വർഗീയതയ്ക്കെതിരെ, അതായത് മതഭ്രാന്തിനെതിരെ, തങ്ങളുടെ സ്ഥാനാർത്ഥിയെ കാഫിറാക്കിയ മതഭ്രാന്തിനെതിരെ ഇന്ന് വടകരയിൽ ഒരു പൊതുസമ്മേളനവും പ്രതിഷേധവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ CPMന് പോലും അത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നോർക്കുക.